ഇന്നത്തെ ഹെയർ കെയറിൽ നമ്മളൊരു മുരിങ്ങയില പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം ആരും പറഞ്ഞു തരാത്തൊരു ടിപ്പും കൂടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ള് കാണുകയും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകാതിരിക്കുകയും ചെയ്യുക. കാരണം എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, ആരും ലൈക്ക് ചെയ്യുന്നില്ല, എല്ലാവരും അത് മറന്നു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് മറന്നു പോകാതെ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പല്ലകലമുള്ളൊരു ചീപ്പ് കൊണ്ട് നമ്മുടെ തലയിലെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് അഴിച്ച് കളയുക. എന്നിട്ട് ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, നമ്മൾ തലമുടിയെ ചിലപ്പോൾ ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഒരു 4-5 ഡ്രോപ്പ് ഓയിലെടുത്ത് കൈ കൊണ്ട് ഒരസി ഇങ്ങനെ കയ്യിലിട്ട് തന്നെ തേച്ച് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ സ്കാൽപ്പ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് വിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ബാക്കി എണ്ണ നമുക്ക് താഴോട്ട് തുമ്പിലോട്ട് വേണമെങ്കിലും തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പാക്ക് നന്നായിട്ട് തന്നെ തലയിൽ മസാജ് ചെയ്ത് എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയുടെ തുമ്പിലോട്ടൊക്കെ ഇടാം. നമ്മൾ കുളിക്കാൻ സമയത്ത് മുടിയിലെ തുമ്പിലോട്ടൊക്കെ അതൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്കാൽപ്പെല്ലാം മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കുളിക്കാം. അപ്പം നമ്മുടെ തലമുടിയെ ഡ്രൈ ആക്കുന്നത് കൊണ്ടാണ് കുറച്ച് ഓയിൽ ആദ്യമേ തന്നെ തേച്ച് കൊടുക്കാൻ പറഞ്ഞാൽ. നമ്മൾ ഈ പാക്കിലോട്ട് എണ്ണ ഒഴിക്കുന്നതിനേക്കാളും നല്ലതാണ് സ്കാൽപ്പിൽ എണ്ണ തേച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഷാമ്പു തേക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ സ്മെല്ല് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഷാമ്പു തേച്ചാൽ മതി. അല്ലാത്ത പക്ഷം വെറുതെ ഒന്ന് കഴുകി കളയേണ്ട കാര്യം മാത്രമേ നമുക്ക് ഈ പാക്ക് ഇടുമ്പോഴുള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഈ ഒരു പാക്ക് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ച് മുരിങ്ങയില പറിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എല്ലാവർക്കും ഈ മുരിങ്ങയില ഒന്ന് ക്ലീൻ ചെയ്യണത് ഭയങ്കര മടി പിടിച്ച കാരണമാണല്ലേ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു സംഭവം കിട്ടും, പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്. ഇതിപ്പോൾ ഞാനിത് ചെയ്യുന്നത് തന്നെ കഴിഞ്ഞ തലേ ദിവസത്തെ കാറ്റത്ത് ഈ ഒരു മരത്തിൻ്റെ കൊണ്ട ഒടിഞ്ഞ് വീണപ്പോഴത്തേക്കും ഇത്രയും എളുപ്പത്തിന് എൻ്റെ കയ്യിൽ അടുത്തിരിക്കുകയല്ലേ, എന്നാൽ പിന്നെ ഒരു ഹെയർ പാക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ തോട്ടയൊക്കെ എടുത്ത് അതിൻ്റെ മണ്ടയിൽ നിന്ന് വലിച്ച് പറിച്ചെടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ചെയ്യാതിരുന്നൊരു പാക്കും കൂടെയാണിത്. അപ്പം നമുക്ക് പാക്ക് റെഡിയാക്കാം. ഈ ഒരു സംഭവം ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ പുഴു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണും, അതൊക്കെ ശ്രദ്ധിച്ച് അതെല്ലാം എടുത്തതിന് ശേഷം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചാണ് ഞാൻ ഈ ഒരു പാക്ക് അരച്ചെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം കഞ്ഞിവെള്ളത്തിൽ ഉലുവയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ അതൊന്നും ഇട്ടിട്ടില്ല, വെറും കഞ്ഞിവെള്ളവും ഈ ഒരു ഇലയും മാത്രമാണ്. എനിക്ക് അവൾ ഇല ഇറുത്ത് തരുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത്. ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കഴുകി കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ആരും പറഞ്ഞു തരാത്തൊരു ടിപ്പ്, അതും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ മുരിങ്ങയില പുറമേ തേക്കുന്നത് പോലെ തന്നെ ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ കുറച്ച് മുരിങ്ങയില, ഒരു പിടിയോളം മുരിങ്ങയില എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്തൊരു ഒരല്പം ഉപ്പും കൂടെ ഇട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇത് നല്ല ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ കോരി ഇങ്ങനെ തന്നെ കോരി കുടിക്കുന്നത് മുരിങ്ങയിലയുടെ എല്ലാ ഗുണങ്ങളും കിട്ടാൻ സഹായിക്കും. ഈ തോരനൊക്കെ വെച്ച് ഉണ്ടാക്കി തിന്നാനുള്ള മടിയൊക്കെ ഉള്ളവർക്ക് ഇതേപോലെയൊക്കെ ചെയ്യാം. അതിൻ്റെ തണ്ടൊന്നും അധികം കളയണമെന്നില്ല, തണ്ടോടുകൂടെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റും അല്ല, എന്നാൽ തീരെ മോശം ടേസ്റ്റും അല്ല. നമുക്ക് പച്ചില വേവിച്ച് കഴിക്കുമല്ലോ, അതേപോലെ ഇരിക്കും. എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ ഞാനിത് അണ്ണാക്ക് പൊള്ളി ചൂടോടെ അത്യാഗ്രഹം മൂത്ത് കഴിക്കാതെ ചൂടൊക്കെ അറിയതിന് ശേഷം കഴിക്കണം. പിന്നെ കൊച്ചിന് കൊടുത്തപ്പോൾ അവൾക്കും അത് ഇഷ്ടപ്പെട്ട, അതാണ് ആ ഒരു ഇത് കാണിക്കുന്നത്. സൂപ്പർ എന്ന വിരലുകൊണ്ട് കാണിച്ചതാണത്. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. ഹെയർ കെയറും നമ്മളൊരു കുട്ടി ടിപ്പും കൂടെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഉപകാരപ്പെട്ട ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.